BJP അധ്യക്ഷ സ്ഥാനത്ത് കാലാവധി പൂർത്തിയാക്കുന്ന JP നഡ്ഡയെ കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും. രാജ്നാഥ് സിംഗിന്റെയും അമിത്ഷായുടെയും ഇപ്പോഴത്തെ വകുപ്പുകളിൽ പരസ്പരം മാറ്റമുണ്ടാകും എന്നാണ് വിവരം. റെയിൽവേ വകുപ്പ് JDU-വിനും ഗ്രാമവികസന വകുപ്പ് TDP-ക്കും നൽകാനാണ് ആലോചന. നിർമ്മല സീതാരാമന്റെ പ്രകടനം രണ്ടാം മോദി സർക്കാരിൽ മികച്ചതായിരുന്നു. ധനമന്ത്രി സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്ന നിർമ്മല സീതാരാമനെ BJP അധ്യക്ഷയാക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. JP നഡ്ഡ കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗമാകും. പ്രതിരോധ വകുപ്പ് അമിത്ഷായും ആഭ്യന്തരം രാജ്നാഥ് സിംഗുമാകും കൈകാര്യം ചെയ്യുക. രണ്ടാം സർക്കാരിൽ നിന്ന് അശ്വിനി വൈഷ്ണവ്, S ജയശങ്കർ മുതലായവരും മൂന്നാം മന്ത്രിസഭയിൽ അംഗങ്ങളാകും. മുൻ നീതി ആയോഗ് തലവൻ അമിതാഭ് കാന്തിന്റെ പേര് ധനമന്ത്രി സ്ഥാനത്തേക്കും പരിഗണിക്കുന്നുണ്ട്. റോഡ് ഗതാഗതം, ഗ്രാമവികസനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിട നഗരകാര്യം, കൃഷി, ജലശക്തി, IT ആൻഡ് ടെലികോം എന്നിവയാണ് ചന്ദ്രബാബു നായിഡുവിന്റെ ആവശ്യം. വ്യോമയാന വകുപ്പ് നൽകി കാര്യങ്ങൾ വരുതിയിൽ കൊണ്ടുവരാനാണ് BJP നീക്കം. നിതിൻ ഗഡ്കരി, S ജയശങ്കർ, അശ്വിനി വൈഷ്ണവ്, പീയൂഷ് ഗോയൽ, കിരൺ റിജിജു, ധർമ്മേന്ദ്ര പ്രധാൻ, ജിതേന്ദ്ര സിംഗ്, ഭൂപേന്ദ്ര യാദവ്, ഹർദീപ് സിംഗ് പുരി, ജ്യോതിരാദിത്യ സിന്ധ്യ തുടങ്ങിയവർ മന്ത്രിസഭയുടെ ഭാഗമാകും. കേരളത്തിൽ നിന്ന് V മുരളീധരൻ തുടർന്നേക്കും. 7 സീറ്റുള്ള ശിവസേന ഷിൻഡെ വിഭാഗം, 5 സീറ്റുള്ള ചിരാഗ് പസ്വാന്റെ LJP എന്നിവരും കൂടുതൽ ഉപാധികൾ BJPക്ക് മുന്നിൽ വെക്കുന്നുണ്ട്. ഒരു ക്യാബിനറ്റ് ഉൾപ്പെടെ 2 മന്ത്രിസ്ഥാനമാണ് ചിരാഗ് ചോദിക്കുന്നതെന്നാണ് വിവരം. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി മന്ത്രിസഭയിൽ ഇടം നേടും. 24 ഡൽഹി.